ഈ നശിച്ച നാറ്റം കാരണം മനുഷ്യന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്കൊന്ന് വൃത്തിക്ക് കുളിച്ചൂടെ മായേ? പതിവ് പരാതി തന്നെയായിരുന്നു അന്നും കിടക്കുമ്പോൾ. പലപ്പോഴും ഇതേ വിയർപ്പ് മണം എന്നെ മത്ത് പിടിപ്പിക്കുന്ന മോളെ എന്നും പറഞ്ഞ് വാരിപ്പുണർന്ന് ആസ്വദിക്കാറുണ്ട്. ആ വിയർപ്പിനൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ രാജകുമാരി ആകാറുണ്ട്. എന്നാൽ അതേ വിയർപ്പ് മണം മറ്റുള്ള ദിവസങ്ങളിൽ നാറ്റമായി മാറുന്ന പ്രക്രിയയെ ഓർത്ത് ചിരിക്കാറുണ്ട് അവൾ. ഞാൻ മാറിക്കിടന്നാൽ പ്രശ്നം തീർന്നല്ലോ എന്നും പറഞ്ഞവൾ താഴെ പാവിരിക്കുമ്പോൾ പലപ്പോഴും ആ പായുടെ ഓരത്ത് അവനും കിടപ്പുണ്ടാവും. രാവിലെ മുതൽ വീട്ടിലുള്ള ഓട്ടം ഒന്നൊതുങ്ങി കുളിക്കുമ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയമായിട്ടുണ്ടാകും. ഈ വീട്ടിലെന്താ ഇത്ര പണി എന്ന് ചോദിക്കുന്നവർ പലപ്പോഴും ഒരു ദിവസം അത്യാവശ്യം വീട്ടിലെ പണി ഏറ്റെടുത്ത് ചെയ്തത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വീമ്പ് പറയുന്നവർ ആയിരിക്കും. രാവിലെ പോയാൽ വൈകുന്നേരം വരെ പൊരി വെയിലത്തും മറ്റും പണിയെടുക്കുന്ന അത്ര ഒന്നുമില്ലല്ലോ ഈ വീട്ടിൽ കിടന്ന് എന്തേലും ചെയ്യുന്നത് എന്ന് പുച്ഛത്തോടെ പറയുന്നവരും ഉണ്ടാകും. പക്ഷേ രാവന്തിയോളം ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ ഒരു യുഗം ഒരടുക്കളയിൽ ഓടുന്ന ഒരു പെണ്ണ് ഒടുക്കാൻ കേൾക്കുന്നതാണ്, ഇവിടെ എന്താ എത്ര മലമറിക്കാൻ എന്ന്. മായ പലപ്പോഴും ചിരിക്കും ആ ചോദ്യം കേൾക്കുമ്പോൾ. അന്നെല്ലാം ഉള്ളിൽ അത്രമേൽ വേദനയുണ്ടാകും. എന്തൊക്കെ ചെയ്താലും പ്രിയപ്പെട്ടവനിൽ നിന്ന് കേൾക്കാൻ നല്ലൊരു വാക്ക് കേൾക്കാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ജോലി കഴിഞ്ഞ് വന്നാൽ കുളിച്ച് കൂട്ടുകാരുടെ അടുത്തേക്കെന്നും പറഞ്ഞ് പോകുന്ന ആൾ കയറി വരുന്നത് 12 മണിക്കാവും. കൂട്ടുകാരോടൊത്തുള്ള കമ്പനിയുടെ ആലസ്യം ശരീരത്തിൻ്റെ ചലനങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് ഇന്ന് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരാറില്ല ഒരിക്കലും. വരുന്നവരെ കാത്തിരുന്ന് ചോറെടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ ഞാൻ ചെക്കന്മാരുടെ കൂടെ കഴിച്ചു എന്നും പറഞ്ഞ് നേരെ പോയി കിടക്കുന്ന കെട്ടിയോനെ കാണുമ്പോൾ അവൾ നിരാശയോടെ ചിന്തിക്കും, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാ വെറുതെ, കഴിക്കാനുണ്ടാവില്ലെങ്കിൽ പറഞ്ഞൂടെ എന്ന്. അടുക്കളയിലേക്കുള്ള അരിയും സാധനങ്ങളും തീർന്നു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത്ര പെട്ടെന്നോ? അരി വാങ്ങിയിട്ട് ഒരാഴ്ച ആയില്ലല്ലോ എന്ന്. അന്ന് രാത്രിയും അയാൾ അവളുടെ വിയർപ്പ് നാറ്റത്തെ കുറ്റം പറഞ്ഞ് തിരിഞ്ഞു കിടക്കുമ്പോൾ അവൾ താഴെ ഇറങ്ങിക്കിടന്നു. കുറ്റം രാത്രി കിടക്കുമ്പോൾ മാത്രമായതുകൊണ്ട് രാവിലെ തനിക്കരികിൽ ചേർന്ന് കിടക്കുന്ന അയാളുടെ കൈയെടുത്ത് മാറ്റി അവൾ എഴുന്നേറ്റ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. അവൻ ജോലിക്ക് പോകാൻ നേരം എഴുന്നേൽക്കുമ്പോൾ അവളില്ലായിരുന്നു അവിടെ എങ്ങും. അമ്പലത്തിൽ പോയതാകുമെന്ന് കരുതി 8 മണിവരെ കാത്തെങ്കിലും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന് ദേഷ്യം പെരുത്തു കയറുന്നുണ്ടായിരുന്നു. ജോലിക്ക് പോകുമ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ചോറ് കൊണ്ടുപോകേണ്ടതാണ്. അവളാണെങ്കിൽ അടുക്കളയിൽ കയറിയ ലക്ഷണമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം ഇരട്ടിയായി. ദേഷ്യത്തോടെ ഫോണിൽ വിളിക്കുമ്പോൾ അപ്പുറത്ത് മായയുടെ ശബ്ദം അവൻ്റെ കാതിലെത്തി, നീ ഇതെവിടെ പണ്ടാരടങ്ങാൻ പോയേക്കുക? എനിക്ക് ജോലിക്ക് പോകണമെന്നറിയില്ലേ? പോണം, പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് അന്താളിച്ചു. പോകണമെങ്കിൽ ഉച്ചക്കലത്തേക്ക് കൊണ്ടുപോകാൻ ചോറെവിടെ? എവിടെയെങ്കിലും പോവാണെങ്കിൽ നേരത്തെ എണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ പോകാൻ? അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ മയത്തിൽ പറയുന്നുണ്ടായിരുന്നു, ചോറ് ഞാൻ വെച്ചാൽ മാത്രമല്ല നിങ്ങൾ വെച്ചാലും വേവും. രാവിലെ എണീറ്റ് വെള്ളം വെച്ച് അരിയിട്ടാൽ ആണായതുകൊണ്ട് അരിക്ക് വേവ് കുറയത്തൊന്നുമില്ല. ഇനി നിങ്ങൾ തന്നെ വെച്ചുണ്ടാക്കിയാൽ മതി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അതുവരെ ദേഷ്യത്തോടെ സംസാരിച്ചവൻ പെട്ടെന്ന് നിശബ്ദനായി. അങ്ങനെ ഒരു നീക്കം അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അങ്ങനെ പോവാണേൽ നിനക്കത് പറഞ്ഞിട്ട് പോക്കൂടെ? നിനക്ക് തിന്നാനും ഉടുക്കാനും വാങ്ങിത്തരുന്ന എനിക്കൊരു വിലയില്ലേ? നിന്റെ കെട്ടിയോനല്ലേ ഞാൻ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആ നിമിഷം അവൾക്കാണ് ദേഷ്യം വന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കെട്ടിയോനെന്നാ കെട്ടിക്കൊണ്ടുവരുന്നവളെ കെട്ടിയിട്ട് വളർത്തുന്ന ആളെന്നാണോ? നിങ്ങളെപ്പോലെയുള്ള ചില ആൾക്കാരുടെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കും. അല്ലാത്തവരുമുണ്ട് കെട്ടിയോൻ്റെ അർത്ഥം ശരിക്കറിയുന്നവർ, കെട്ടിയ പെണ്ണിന് സന്തോഷവും സമാധാനവും തരുന്നവർ, അവളുടെ ഇഷ്ടങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്നവർ, അവളിലെ നല്ല പ്രവൃത്തികളെ സന്തോഷത്തോടെ അംഗീകരിക്കുന്നവർ. നിങ്ങളോ? എന്നെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും എന്നിലെ എന്തെങ്കിലും പ്രവൃത്തി അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മൂഡ് വരുമ്പോൾ മാത്രം. അല്ലാതെ നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷവും സംതൃപ്തിയല്ല, നിങ്ങളുടെ സുഖവും സംതൃപ്തിയും മാത്രമായിരുന്നു നിങ്ങൾ കണ്ടെത്തിയത്. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട, എന്നെക്കൊണ്ട് നിങ്ങളൊന്നും പറയിപ്പിക്കേണ്ട. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ കൂടെ കിടക്കുമ്പോൾ നാർന്നുവെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുടിച്ച് ലെക്ക കെട്ട് വായിൽ തോന്നിയത് വലിച്ചു വാരി തിന്ന് വന്ന് കിടക്കുന്ന നിങ്ങളിലെ വൃത്തികെട്ട നാറ്റത്തെപ്പറ്റി? ഇല്ലല്ലോ. എന്നാ അത് നന്നായി അറിഞ്ഞവളാ ഞാൻ ഇത്രയും കാലം. നിങ്ങൾ പറയുന്ന കുറ്റവും കുറവും കേട്ട് അവിടെ നിന്നെങ്കിൽ
അത് നിങ്ങൾക്ക് എന്നെ കെട്ടിയതിൽ കിട്ടിയ ലാഭമാണെന്ന് കരുതിക്കൂ. ഉണ്ണാനും ഉടുക്കാനും തന്നതിൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ണാനും ഉടുക്കാനും കിട്ടുന്ന ഒരു വേലക്കാരിയാവാൻ ഞാൻ ഇനിയില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാനും അവളുടെ സന്തോഷങ്ങൾ കൂടി അറിയാനും കൂടെ നിൽക്കാനും പറ്റുന്ന ഒരു ഭർത്താവാകാൻ പറ്റുമെങ്കിൽ മാത്രം എന്നെ തിരഞ്ഞിങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ കള്ളിറങ്ങുമ്പോൾ കാണുന്ന നല്ലവനായ ഉണ്ണിയാവാനാണേൽ എന്നെ വിട്ടേക്ക്. എൻ്റെ വിയർപ്പ് നാറ്റം ഞാനങ്ങ് സഹിച്ചോളാം. അവൾ ഫോൺ കട്ട് ചെയ്തെന്ന് മനസ്സിലായി അവന്. അല്ലേലും അവൾ പറഞ്ഞതിനൊക്കെ എന്തു മറുപടി പറയാൻ? മാറേണ്ടി വരും. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താടി തടവുമ്പോഴാണ് അവൾ പറഞ്ഞ ആ കാര്യം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അവൻ പതിയെ കൈവെള്ളയിലേക്കൊന്ന് നന്നായി ഊതി. പിന്നെ സ്വയം പറഞ്ഞു, വിയർപ്പൊക്കെ സഹിക്കാലോ എൻ്റെ പൊന്നോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.